ഹായ് കൂട്ടുകാരെ. അപ്പോൾ ഇപ്പോഴത്തെ കാലാവസ്ഥ എന്ന് പറയണത് നല്ല ചൂടാണ്. നമ്മൾ ഫാനിൻ്റെ ചൂടിലിരുന്നാലും നല്ല ചൂടാണ്. പ്രത്യേകിച്ച് നമ്മൾ മരമൊക്കെ വെട്ടി ഫ്ലാറ്റിലൊക്കെ ഇരിക്കുന്നവരെ സംബന്ധിച്ച് ഭയങ്കര ചൂടൊക്കെ ആയിരിക്കും. അപ്പോൾ ഓടൊക്കെ മേഞ്ഞ് വീടിനെ സംബന്ധിച്ച് കുറച്ചൊക്കെ തണുപ്പ് കിട്ടുന്നുണ്ടായിരിക്കും. അഥവാ മരത്തിൻ്റെയൊക്കെ തണലുണ്ടെങ്കിൽ അവർക്കൊക്കെ കുറച്ചൊക്കെ തണുപ്പ് കിട്ടുന്നുണ്ട്. എന്നാൽ ഈ മരമൊന്നും ഇല്ലാത്തവരെ സംബന്ധിച്ച് ഭയങ്കര ചൂട് കാലാവസ്ഥയാണ്. അപ്പോൾ ഈ കാലാവസ്ഥയിൽ നമ്മളെ സംബന്ധിച്ച് എ സി വാങ്ങുക എന്നുള്ളതൊന്നും എല്ലാവരെയും സംബന്ധിച്ച് പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. പക്ഷെ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ടിപ്പ് എന്ന് പറയുന്നത് എല്ലാവരെ കൊണ്ടും പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമുക്കിതിന് 10 പൈസ ചിലവില്ല കേട്ടോ. അത് തന്നെയാണ് കാരണം. അപ്പോൾ എന്താണെന്നുള്ളത് നമുക്ക് നോക്കിയാലോ. ബാ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് ഒരു ബൗളിൻ്റെ അകത്ത് സാധാ വാട്ടറാണ് എടുത്തേക്കുന്നത്. ചൂടുവെള്ളമൊന്നുമല്ല കേട്ടോ, സാധാ പച്ചവെള്ളമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ബൗള് എന്നുള്ളത് നമുക്കടെ ഈ ചിരട്ടയില്ല, 2 ചിരട്ടയാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്. ഈ ചിരട്ട ഇങ്ങനെ മുങ്ങി നിൽക്കുന്ന ടൈപ്പായിരിക്കണം നമ്മൾ എടുക്കുന്ന പാത്രം എന്ന് പറയുന്നത്. ആ ഒരു കാര്യം മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. 2 ചിരട്ടയും ഇങ്ങനെ ഇതുപോലെ മുങ്ങി നിൽക്കാൻ പറ്റണം. വേറെ ഒന്നും നമ്മൾ ഇതിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടില്ല. അപ്പോൾ ഈ 2 ചിരട്ടയും ഇതിലിങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. അതായത് ഐസ് കട്ടയാക്കി എടുക്കണം. അതാണ് കേട്ടോ നമുക്കിടെ ചെയ്യേണ്ട ആകെ പരിപാടി എന്ന് പറയണത്. അത് മാത്രമാണ്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ഒന്ന് കട്ടയാവണമെങ്കിൽ ഒരു ഓവർനൈറ്റ് ഒന്നോണം വെച്ചേക്കണം. ഞാൻ അങ്ങനെയാണ് ചെയ്തേക്കുന്നത്. ഒരു ഓവർനൈറ്റ് കംപ്ലീറ്റ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ദേ കണ്ടോ, അപ്പോഴത്തേക്കും അത് നന്നായിട്ട് കട്ടയായിട്ടുണ്ട്. അപ്പോൾ ചിരട്ടയൊക്കെ അതിൻ്റെ അകത്ത് ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ഇത് പെട്ടെന്ന് വെള്ളം ആവത്തൊന്നുമില്ല. ഇനി നമുക്കിത് ചെയ്യേണ്ടത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്നെ കിടക്കുന്ന ബെഡ്റൂമിൻ്റെ ഒന്നല്ലെങ്കിൽ ബെർത്തിൻ്റെ മുകളിൽ, അല്ലെങ്കിൽ നമ്മൾ കിടക്കുന്ന കട്ടിലിൻ്റെ അടിയിലെ കട്ടിലിൻ്റെ അടിയിലോ കൊണ്ടുവന്ന് ഇത് ജസ്റ്റ് ഒന്ന് വെച്ചാൽ മാത്രം മതി. വേറെ ഒന്നും ചെയ്യാനില്ല. കട്ടിലിൻ്റെ അടിയിലോ ബെർത്തിൻ്റെ മുകളിലോ. കട്ടിലിൻ്റെ അടിയിൽ വെക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞു മക്കളൊക്കെ ആകുമ്പോഴത്തേക്കും അവരൊക്കെ ഇതിൽ ചെന്ന് പിടിക്കാനും, അപ്പോൾ ഇത് വെള്ളമാവുന്ന ടൈമിൽ അവരുടെ മേത്തേക്കും നമ്മുടെ തറയിലേക്കൊക്കെ അത് വീഴാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ബെർത്തിൻ്റെ മേളിൽ എന്ന് ഒരു ഓപ്ഷൻ ഇട്ടേക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അത് കഴിഞ്ഞ് ഫാനോടെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നല്ല കൂളിങ് കിട്ടും കേട്ടോ. പെട്ടെന്നൊന്നും കിട്ടത്തില്ല, കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഇത് പുക പോലെ അങ്ങ് വരുമല്ലോ. അപ്പോൾ അതങ്ങ് കിട്ടിക്കോളും. നല്ല അടിപൊളി ടിപ്പാണ്. 10 പൈസ പോലും അതിന് വേണ്ടി മുടക്കുകയും വേണ്ട, നമുക്ക് കാര്യം നടക്കുകയും ചെയ്യും. അപ്പോൾ ഈ വേനൽക്കാലത്ത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഇതുപോലുള്ള ടിപ്പുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതുപോലുള്ള അടിപൊളി ടിപ്പുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ.